വചനമൊഴി ഉയർപ്പുകാലം 6-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 9:8-17, 2 രാജാക്കന്മാർ 2:1-15, റോമ 8:1-11, യോഹന്നാന്റെ സുവിശേഷം 5:19-29. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉയർപ്പുകാലം 6-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിൽ തിരുസഭ ആചരിക്കുന്ന വലിയൊരു തിരുനാളാണ് വ്യാഴാഴ്ച വരുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ. മിശിഹായുടെ ഉയർപ്പ് മനുഷ്യകുലത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്, മരണശേഷം ഉയർപ്പുണ്ട് എന്ന യാഥാർത്ഥ്യവും ഉയർപ്പിക്കപ്പെടുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ സ്വർഗവാസികളോടൊപ്പം എത്തിച്ചേരുമെന്ന പ്രത്യാശയുമാണ്. പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയിരിക്കുന്നു, മരിച്ചവരുടെ ഉത്ഥാനമില്ലെങ്കിൽ മിശിഹായും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. വെളിപാട് പുസ്തകം പറയുന്നത് പോലെ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കപ്പെടും എന്നതാണ് നമ്മുടെ പ്രത്യാശ. മിശിഹായിൽ യാഥാർത്ഥ്യമാകുന്ന നവസൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പ്രത്യാശ നൽകുന്നത്. ദൈവത്തിന്റെ പക്കലേക്ക് എല്ലാവരും എത്തിച്ചേരും എന്നതിൻ്റെ ഉറപ്പാണ് മിശിഹ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്. പിതാവിന്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും എന്ന മിശിഹായുടെ വാഗ്ദാനവും സ്വർഗത്തിലേക്ക് കരയേറിയതുപോലെ തിരിച്ചുവരും എന്നുള്ള ദൂതന്മാരുടെ സന്ദേശവും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ദൈവവചന ചിന്തകളെല്ലാം മിശിഹായിലുള്ള നവസൃഷ്ടിയെക്കുറിച്ചും അവിടുത്തോടു കൂടി ആയിരിക്കുന്നതിനെക്കുറിച്ചുമാണ് പങ്കുവയ്ക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്ക വിവരണത്തിനു ശേഷം വരുന്ന നവലോകത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ദൈവവും നോഹയും തമ്മിലുള്ള ഉടമ്പടിയും അതിന് ഒരു അടയാളം നൽകുകയും ചെയ്യുന്നതാണ് പ്രതിപാദ്യം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 11 അധ്യായങ്ങൾ ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ചരിത്രാതീത കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രം ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലം എന്നല്ല, മറിച്ച് രക്ഷാകര ചരിത്രത്തിൽ അതിസ്വാഭാവികമായ ദൈവിക വെളിപ്പെടുത്തൽ ആരംഭിച്ച അബ്രാഹത്തിന്റെ വിളിക്ക് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരണം എന്നാണ്. ഇതൊരു ചരിത്ര വിവരണം എന്നതിനേക്കാൾ രക്ഷാകര സന്ദേശം കൈമാറുന്ന ദൈവശാസ്ത്രം പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. തിന്മ വർദ്ധിക്കുന്നിടത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും തിന്മയെ നശിപ്പിച്ച് ഒരു നവലോകം സൃഷ്ടിക്കും എന്നുമുള്ള സന്ദേശമാണ് ജലപ്രളയത്തിന്റെ വിവരണത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥകർത്താവ് കൈമാറുന്നത്. എന്നേക്കുമായുള്ള ഒരു ഉടമ്പടിയാണ് നാം ഇവിടെ കാണുന്നത്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവിക പദ്ധതി അനുസരിച്ച് നവീകരിക്കപ്പെടുകയും എന്നേക്കും ദൈവത്തോടുകൂടിയായിരിക്കുന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്യുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ തലമുറകൾക്കുമായി നോഹയിലൂടെ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ വില്ലു സ്ഥാപിക്കുന്നതായി കാണുന്നു. ഇത് സൃഷ്ടപ്രപഞ്ചത്തിലൂടെയുള്ള ദൈവിക വെളിപ്പെടുത്തലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദൈവം തന്നെ ആദ്യം വെളിപ്പെടുത്തിയത് പ്രപഞ്ച സൃഷ്ടിയിലൂടെയാണ്. സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നുവെന്ന് സങ്കീർത്തകനും പ്രഘോഷിക്കുന്നുണ്ട്. സങ്കീർത്തനം 19:1. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സംഭവത്തിന്റെ വിവരണമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണം. ഏലിയ പ്രവാചകന്റെ പ്രവാചക വൃത്തി അവസാനിക്കുകയും ഏലീഷ പ്രവാചകന്റെ ദൗത്യം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിന്റെ പശ്ചാത്തലം. ഏലിയ പ്രവാചകന്റെ മരണം അസാധാരണമായ വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏലിയായെ ഒരു അഗ്നിരഥം വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അഗ്നിരഥങ്ങളും അശ്വങ്ങളുമെല്ലാം ദൈവിക സാന്നിധ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഏലിയ പ്രവാചകന്റെ മരണത്തെ അപ്പോക്കാലിപ്റ്റിക് ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏലിയ പ്രവാചകൻ എലീശായോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ വിട്ടുപിരിയുന്നതിന് മുൻപ് എന്താണ് ചെയ്യേണ്ടത്? ഏലീശ ആവശ്യപ്പെടുന്നത് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം എന്നതാണ്. അതായത് പിന്തുടർച്ച അവകാശമാണ് ചോദിക്കുന്നത്. ഇസ്രായേൽ പാരമ്പര്യത്തിൽ കടിഞ്ഞൂലുകൾക്ക് അവകാശപ്പെട്ടതാണ് ഇരട്ടി അവകാശം. 2/3
അതായത് മറ്റുള്ളവർക്കുള്ളതിൻ്റെ ഇരട്ടി അവകാശം കടിഞ്ഞൂലുകൾക്ക് ലഭിച്ചിരുന്നു. ആത്മാവിൻ്റെ ഇരട്ടി അവകാശം ചോദിക്കുമ്പോൾ പിന്തുടർച്ച അവകാശമാണ് ചോദിക്കുന്നത്. പിന്തുടർച്ച അവകാശം ലഭിക്കുന്നതിന് അവനിൽ നിന്ന് എടുക്കപ്പെടുന്നത് കാണണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് കണ്ട എലീശ പിന്തുടർച്ച അവകാശിയായി മാറി. ഏലിയ പ്രവർത്തിച്ചതുപോലെ തന്നെ എലീശായും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അത് സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. മിശിഹ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണുന്ന സ്ലീഹന്മാരുടെ സമൂഹത്തിന് മിശിഹായുടെ ദൗത്യത്തിന്റെ തുടർച്ചയുണ്ട് എന്ന കാര്യത്തിലേക്കും ഈ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്നേഹത്തിലും ആദരവിലും പ്രവർത്തനങ്ങളിലും പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയും ഐക്യവും വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗം മിശിഹായുടെ ദൈവത്വവും പുത്രന്റെ അധികാരവും വെളിപ്പെടുത്തുന്നതാണ്. ബേത്സദായിൽ സാബത്ത് ദിവസം തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് ശേഷമുള്ള വചനഭാഗമാണ് ഇന്ന് ശ്രവിക്കുന്നത്. ബേത്സദായിലെ ഈ അടയാളം മിശിഹ സാബത്തിന്റെ അധീശനും രോഗങ്ങളെയും പീഡനങ്ങളെയും ശാസിക്കാൻ അധികാരമുള്ളവനുമാണെന്ന കാര്യം പഠിപ്പിക്കുന്നു. തളർന്നു കിടന്ന മനുഷ്യന് നവജീവൻ നൽകുന്നതിലൂടെ ഇത് വ്യക്തമാക്കുന്നു. ഈ സംഭവത്തിനു ശേഷം ഈശോയുടെ മേൽ കുറ്റമാരോപിക്കുന്ന യഹൂദരോടുള്ള സംവാദ പ്രഭാഷണങ്ങളിൽ നിന്നുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മരിച്ചവർക്കുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചുമാണ് ഈശോ പഠിപ്പിക്കുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയും ഐക്യവും വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത്. ഈ വചനഭാഗത്ത് തന്നെ 10 പ്രാവശ്യം പുത്രൻ എന്ന വാക്കും 7 പ്രാവശ്യം പിതാവ് എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ഏകത്വവും പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് എന്നത് രണ്ടുപേരുടെയും വ്യതിരക്തതയും ചൂണ്ടിക്കാണിക്കുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ക്രീസിസ് എന്ന ഗ്രീക്ക് പദമാണ് വിധി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഈ പദത്തിന് വേർതിരിക്കൽ എന്നാണ് അർത്ഥം. പുത്രന്റെ വിധി ജീവനും മരണവും തമ്മിലും നന്മയും തിന്മയും രക്ഷയും ശിക്ഷയും തമ്മിലുമുള്ള വേർതിരിക്കലാണ്. നല്ലവരെ ജീവനിലേക്കും രക്ഷയിലേക്കും അവൻ പ്രവേശിപ്പിക്കുന്നു. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇത്തരുണത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന ജലപ്രളയ കഥ തിന്മയുടെ മേൽ വിജയം വരിച്ചുകൊണ്ടുള്ള മിശിഹായുടെ വിജയത്തിന്റെ പ്രതിരൂപമാകുന്നത്. പീഡാസഹന കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെ ഈ വിജയം യാഥാർത്ഥ്യമായി. എന്നാൽ അത് അതിന്റെ പരിസമാപ്തിയിൽ എത്തുന്നത് കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന മണിക്കൂറിലാണ്. അതാണ് സർവ്വജീവജാലങ്ങളും മിശിഹായിൽ നവജീവൻ പ്രാപിക്കുന്ന മണിക്കൂർ. അതിനായാണ് സൃഷ്ടപ്രപഞ്ചം നോക്കിപ്പാർത്തിരിക്കുന്നത്. പാപത്താൽ ഗ്രസിക്കപ്പെട്ടവർ മിശിഹായുടെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനങ്ങളാൽ ദൈവിക കുടുംബത്തിലെ ജീവന്റെ അവകാശികളായി മാറ്റപ്പെടുന്ന പുനഃസൃഷ്ടിയുടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്ന മണിക്കൂറാണത്. വരാനിരിക്കുന്ന സ്വർഗീയ ജീവിതത്തിന്റെ പ്രതിരൂപമാണ് സഭാത്മക ജീവിതം. അതുകൊണ്ടാണ് സഭയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ പരിശുദ്ധ കുർബാനയും സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമാകുന്നത്. മിശിഹായിലുള്ള പൊതുജീവിതം എന്താണ് എന്ന് പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതുന്നു. അത് മിശിഹായിലായിരിക്കുക എന്നതാണ്. അവിടുത്തെ സഭയിലായിരിക്കുക, പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നതാണ്. അപ്രകാരമുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, മറിച്ച് അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു. കാരണം അവനിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നു. അവൻ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ മിശിഹ സ്വശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു. ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പിതാവായ ദൈവം തന്റെ പുത്രനെയും ലോകത്തെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കാൻ പരിശുദ്ധാരൂപിയെയും അയച്ചു. മിശിഹായുടെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളിൽ മാമോദീസായിലൂടെ ഒരുവൻ പങ്കാളിയാകുന്നു. ആത്മാവിലുള്ള ജീവിതമാണ് ഒരുവനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നത്. മനുഷ്യന്റെ സ്വാഭാവിക ചിന്തകൾ അവനെ ജഡികതയിലേക്കും മരണത്തിലേക്കും എത്തിക്കും. എന്നാൽ ആത്മാവിലൂടെ അവന് അനുരഞ്ജനപ്പെടാനും ദൈവവുമായി ഐക്യത്തിലായിരിക്കുവാനും സാധിക്കും. മാമോദീസ സ്വീകരിക്കുന്ന ഒരുവൻ ആത്മാവിൽ ആയിരിക്കുക മാത്രമല്ല, ആത്മാവ് അവനിൽ വസിക്കുകയും ചെയ്യുന്നു. തന്നെ കേന്ദ്രീകരിച്ചുള്ള ജഡികതയുടെയും ദൈവകേന്ദ്രീകൃതമായ ആത്മീയതയുടെയും ഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്
ജഡത്തിന്റെ നിയമവും ആത്മാവിന്റെ നിയമവും എന്നതിലൂടെ ശ്ലീഹ അർത്ഥമാക്കുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികൾ ആത്മാവ് മൂലം നിഹനിച്ച് ജീവനിലേക്ക് പ്രവേശിക്കുക എന്നതാണ് മിശിഹായിലുള്ള നവജീവിതം. ആത്മാവിലുള്ള നവമായ ജീവിതത്തിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ്ലീഹയുടെ പ്രബോധനമനുസരിച്ച് നമുക്കുള്ള ദൈവത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാരൂപി. സ്വന്തമാക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ഒന്ന് നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഒരാൾ നൽകുന്നതാണ് അച്ചാരം. മിശിഹായിൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് ദൈവം നൽകിയിരിക്കുന്ന അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകുന്നതിലൂടെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ നാം ദൈവത്തിൻ്റെതായിരിക്കുമെന്ന് അവിടുന്ന് ഉറപ്പുവരുത്തുന്നു. ദൈവം നമുക്ക് വലിയ വിലയും മൂല്യവും നൽകിയിരിക്കുന്നു. അച്ചാരമായി ആത്മാവിനെ നൽകിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പൂർണ്ണത ഇനി നമുക്ക് ലഭിക്കാനിരിക്കുന്നു. ആ പ്രത്യാശയുടെ പൂർണ്ണത സംഭവിക്കുന്ന മണിക്കൂറിനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 5:29 പറയുന്നത്. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. ആത്മാവിലുള്ള ജീവിതം നയിക്കുന്നവർ മിശിഹായിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. അവർക്ക് വിധിയെ ഭയപ്പെടേണ്ടതില്ല, കാരണം അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മിശിഹായുടെ വചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഓരോ വ്യക്തിയുടെയും ഇഹലോക ജീവിതത്തിലെ തീരുമാനങ്ങൾ അവരുടെ ഭാവിയെയും നിർണയിക്കുന്നു. കാരണം ഇപ്പോഴുള്ള ജീവിതത്തിന്റെ കേന്ദ്രമായ മിശിഹ തന്നെയാണ് വരാനിരിക്കുന്ന ജീവിതത്തിന്റെയും കേന്ദ്രം. ഇഹലോക ജീവിതത്തിൽ മിശിഹ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ജീവിതത്തിലും മിശിഹായോടൊപ്പമായിരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം, പ്രത്യാശയോടുകൂടി വർത്തിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.